നോൺസെൻസ്. കല്യാണം കഴിച്ചു കൊടുത്താൽ കേസ് ചാർജ് ചെയ്യില്ലെന്നു. ഇത് എവിടത്തെ CBI? കാലം മാറിപ്പോയില്ലേ മുതലാളി. ഇപ്പൊ ഇങ്ങനെയൊക്കെയാ ഇൻവെസ്റ്റിഗേഷൻ. വേണുവിന് ഒരു ഇരട്ട സഹോദരൻ. ലോക്കൽ പോലീസ് അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എവിടെന്നോ പ്രത്യക്ഷപ്പെടുന്ന ഒരു CBI. എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാർന്നുണ്ട് ഡാഡി. വല്ല എലിയും ചത്തിടപ്പുണ്ടാവും. അതല്ല, എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടോ. നീയാണടാ എന്റെ മോൻ. ഞാൻ ചിന്തിക്കുന്ന അതേ വഴിയിൽ നീയും ചിന്തിക്കും. ഇതിനകത്തൊരു CBI ഇല്ല, കൂബിയും ഇല്ല. വളരെ ബുദ്ധിപൂർവ്വം ആരോ നടത്തിയ ഒരു തട്ടിപ്പ് നാടകമാണിത്. താൻ ഉണ്ടായിരുന്നിട്ടും ഇതൊക്കെ അവിടെ നടന്നു എന്ന് പറയാൻ നാണമില്ലല്ലോ. നാണം ഉണ്ടായിരുന്ന ഇതൊക്കെ നടക്കാണ്ടിരിക്കുവോ? നടക്കേണ്ടത് നടക്കും. എന്റെ ബുദ്ധി അല്പ സ്ലിപ്പായി പോയി. എന്തായാലും കൊള്ളാം. തിങ്കളാഴ്ച ആ വിവാഹം നടക്കാൻ പാടില്ല. നടന്നാൽ നമ്മുടെ കണക്കൂട്ടുകളെല്ലാം തെറ്റും. തെറ്റും. അതുപോട്ടെ, പാർട്ണർഷിപ്പിന്റെ പേരിൽ നമ്മൾ നടത്തുന്ന കള്ളത്തരങ്ങളെ കുറിച്ചൊന്നും പണിക്കർക്ക് അറിയില്ലല്ലോ. എവിടെ? അയാളൊരു പമ്പര വിധിയല്ലേ. അതുകൊണ്ടല്ലേ ട്രാൻസ്പോർട്ടിന്റെ എല്ലാ കാര്യങ്ങളും പണിക്കർ മുതലാളി ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കള്ളി വെളിച്ചത്താവുന്നതിന് മുമ്പ് രാജൻ കുഞ്ഞിന്റെയും ലക്ഷ്മിയുടെയും വിവാഹം ഉടനെ നടത്തിച്ചെടുക്കണം. ഞാൻ പറഞ്ഞിരുന്ന കാര്യം. രാജ, ഗണപതിക്ക് 5,000 റുപ്പീസിന്റെ ചെക്ക് കൊടുത്തേക്ക്. ശരി ഡാഡി. ചെക്കാണോ? പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. കല്യാണം ഉടനെ നടക്കണം. നിങ്ങൾക്ക് വീട് മാറിപ്പോയതായിരിക്കാം. ഇവിടെ CBI ജോലിയുള്ള ആരുമില്ല. അപ്പൊ ഈ വേണു? അതെ, വേണുവിന്റെ അന്തരനാണ്. പുള്ളി ഇപ്പൊ ഇവിടെ ഉണ്ട്. അഡ്വക്കേറ്റ് KS പിള്ളയുടെ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ്. വേണു ഇപ്പൊ എവിടാ താമസം? അവന്റെ പഴയ സ്ഥലത്ത് തന്നെ. അവന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. വേണുവിന്റെ കത്തും വന്നു. വേണുവിന്റെ കത്ത് തന്നെയാണോ നോക്ക. സാറിന്റെ അനന്തരവൻ വേണുവിന്റെ കത്ത് തന്നെയാണോ? നിങ്ങൾക്ക് എന്താക്കിയ സംശയം? എന്റെ അനന്തരം വേണുവിന്റെ തന്നെ. തക്ക സമയത്ത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ വിഷം ലക്ഷ്മി കുഞ്ഞിന്റെ ഉള്ളിലായനെ. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ഇനിയും സീക്രട്ട് പൊട്ടിച്ചില്ലെങ്കിൽ സംഗതി ആകെ കുഴപ്പമാവുമെന്ന്. ഇനി 2 ദിവസം കൂടി കല്യാണം നടന്നു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ കാര്യങ്ങളൊക്കെ പുറത്തായാലും പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ലെന്ന്. ആദ്യം തെറിക്കുന്നത് എന്റെ ജോലിയായിരിക്കും. ആര് പറഞ്ഞു? കല്യാണം കഴിഞ്ഞാൽ ഞാനല്ലല്ലോ അവിടുത്തെ കൊച്ചുമുതലാളി. പിന്നെ ഞാൻ പറയുന്ന കണക്കല്ലേ കാര്യങ്ങൾ നടക്കൂ. കൊച്ചുമുതലാളി പരേതനായ വേണു. എനിക്ക് അന്നേ അപ്പുക്കുട്ടനെ സംശയം ഉണ്ടായിരുന്നു. അവന്മാര് വിചാരിക്കുന്ന പോലെ ഞാൻ അത്രയ്ക്ക് മണ്ടനൊന്നുമല്ല. ഈ വാശിക്ക് തിങ്കളാഴ്ച നമ്മൾ നിശ്ചയിച്ചിരുന്ന മുഹൂർത്തത്തിൽ തന്നെ രാജനും ലക്ഷ്മിയും തമ്മിലുള്ള വിവാഹം നടത്തണം. അവന്മാര് സംഘം ചേർന്ന് മുതലാളിയെ വല്ലതും ചെയ്യുമോന്ന എന്റെ പേടി. തമാശയ്ക്ക് വെടിവെക്കുകയോ നിസ്സാരമായി കത്തിയെടുത്ത് കുത്തിക്കൊല്ലുകയോ. അതൊക്കെ നേരിടാൻ എനിക്കറിയാം. പണിക്കൊരു ധൈര്യമായിട്ടിരിക്കേ. പിന്നെ ട്രാൻസ്പോർട്ട് സർവീസിന്റെ കുറെ ഇമ്പോർട്ടന്റ് ഫയൽസിൽ മിസ്റ്റർ പണിക്കർ ഒപ്പിടേണ്ടതായിട്ടുണ്ട്. അതൊക്കെ സഹദേവൻ തന്നെ നോക്കിയാൽ മതി. പരസ്പര വിശ്വാസം എന്നൊന്നില്ലെങ്കിൽ ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നതിലൊക്കെ എന്താ അർത്ഥമുള്ളേ? മാഷേ, എവിടെയായിരുന്നു ഇത്ര നേരം? രാവിലെ മുതലാളി പുറത്തു പോയതുകൊണ്ട് നേരിട്ട് അനുവാദം ചോദിക്കാൻ പറ്റിയില്ല. എന്റെ ഒരു കൂട്ടുകാരന്റെ കല്യാണത്തിന് പോയതാ. അതെ. അതെയോ? എങ്ങനെയുണ്ടായിരുന്നു കല്യാണമൊക്കെ? പൊടി പൊടിച്ചു. 4 കൂട്ടം പ്രഥമം കൂട്ടി സദ്യ ഉണ്ടു. ഒന്ന് മണത്തി നോക്കി. വേണ്ടടാ, ഒന്ന് മണത്തി നോക്ക മുതലാളി. വേണ്ടട മോനെ. അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു സദ്യ ഉണ്ടിട്ടില്ല. നീ കല്യാണത്തിന് പോയതാണോ അതോ കല്യാണ ബ്രോക്കറായിട്ട് പോയതാണോ? ഈ മുതലാളി ചിലപ്പോ തമാശ പറഞ്ഞേട്ടാ മനുഷ്യൻ ചിരിച്ചിരിക്കത്തു. അതെ, ചില മുതലാളിമാർ തമാശ പറഞ്ഞേട്ടാ ഭയങ്കര വളിപ്പാ. ഇതൊരു തമാശ, ഇങ്ങനെ തമാശ പറയരുത് കേട്ടോ. എന്തത്? തമാശ പറഞ്ഞത് നിർത്തണ. ഇത്രയും കൊല്ലം നിന്നെ പോറ്റിനുള്ള ശിക്ഷയാണോ നീ എനിക്കെന്ന്? മുതലാളി മിണ്ടിപ്പോവരുത്. നീ നിന്റെ കൂട്ടുകാരെ കൂടെ തന്നെ കൂടിക്കോ. പാട്ടും കൂത്തായിട്ട് നടന്നോ? ആ CBI കാരനെ പറഞ്ഞേക്ക് തിങ്കളാഴ്ച മുഹൂർത്ത സമയത്ത് തന്നെ വന്നോളാം. മുതലാളി വേണ്ട, ഒന്നും എനിക്ക് കേൾക്കണ്ട. എല്ലാം എനിക്ക് മനസ്സിലായി. ഈ നിമിഷം നിന്റെ പെട്ടി സാധനം എടുത്തിറങ്ങണം. മുതലാളി ഞാൻ ഇറങ്ങി പോടാ.
ഇതും കൂടെ ചേർത്ത് ഇവിടുന്ന് കയറ്റി അയക്കുന്ന 10ാമത്തെ ലോഡാണ്. ഇതുവരെ ഒരു കൺസൈൻമെന്റിന്റെ കമ്മീഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. ഒന്ന് സമാധാനമായിരിക്കും ഗണപതി. അയാ പൈസ ഇല്ല, എന്തോ സമാധാനം. എല്ലാം കൂടെ തനിക്ക് ഒന്നിച്ച് തരാനിരിക്കല്ലേ? ഒന്നിച്ച് തരും. എല്ലാവരും സ്പീഡപ്പ് ചെയ്യും. 2 മണിക്കൂറിനും എല്ലാം മൂവ് ചെയ്യണം. ബ്രൗൺ ഷുഗറിന്റെയും ചരസിന്റെയും പാക്കറ്റുകൾ താഴെയാക്കി ലോഡ് ചെയ്യണം. തേയില പൊടി മുകളിലും. ചെല്ലേ. തൽക്കാലം ഒരു 1000 രൂപ എനിക്ക് താ മുതലാളി. ലൈഫ് ഇൻഷുറൻസ് പോളിസിക്ക് അടയ്ക്കാനാ. ഒന്ന് ചുമ്മാ ഇരിക്കടോ. തന്റെ ഒക്കെ ലൈഫ് എന്തിനാണോ ഇൻഷുർ ചെയ്യുന്നത്? ഉണ്ട ചോറിന് നന്ദിയുള്ളവനാണ് ഞാൻ പറയുന്നത് വിശ്വസിക്കേ. ഒരിക്കലും മുതലാളിയെ ദ്രോഹിക്കാൻ വേണ്ടിയായിരുന്നില്ല ഞാൻ ആ ഗാനമേളക്കാരുടെ കൂടെ കൂടിയത്. ലക്ഷ്മിക്കുഞ്ഞിന്റെ സങ്കടം കാണാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ്. വേണുവിന് ലക്ഷ്മിക്കുഞ്ഞിനെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷേ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്ന പയ്യൻ ഏത് തരക്കാരനാണെന്ന് മുതലാളി നേരിട്ട് ചെന്ന് കണ്ട് മനസ്സിലാക്കണം. അതെന്റെ ഒരു അപേക്ഷയാണ്. വെറുതെ അല്ല ഗണപതി ഞാൻ പണിക്കരുമായിട്ട് ഇങ്ങനെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുത്തത്. നിങ്ങൾക്കറിയോ, ചെക്ക് പോസ്റ്റിൽ പോലും നമ്മുടെ ലോഡുകൾ ആരും പരിശോധിക്കാറില്ല. അതിന് കാരണം 10-15 വർഷം കൊണ്ട് പണിക്കർ ഈ സ്ഥാപനത്തിന് ഉണ്ടാക്കിയെടുത്ത സൽപ്പേരാ. എടാ പട്ടി, ആ സൽപ്പേര് ഒരിക്കലും കളയാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കള്ളക്കടത്ത് നടത്തിയാണ് താൻ എനിക്ക് സൊസൈറ്റിയിൽ വെയിറ്റ് ഉണ്ടാക്കി തരാൻ പോണത് അല്ലേ? ദൈവം എന്നെ ഒരിക്കലും ചതിക്കില്ല സഹദേവ. കാശ് ഞാൻ കണ്ടമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നേരായ വഴിയിലൂടെയാ. വേണം, എനിക്കിത് വേണം. മാന്യതയെ കുറിച്ചുള്ള എന്റെ സങ്കല്പങ്ങളെല്ലാം തെറ്റായിരുന്നു. വളരെ താഴ്ന്ന നിലയിൽ നിന്നും തുടങ്ങിയതിന്റെ ഒരു അപകർഷതാബോധം. ഇംഗ്ലീഷിൽ താൻ പറയാറില്ലേ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അതായിരുന്നു എന്റെ കുഴപ്പം. അതിപ്പം മാറി. അപ്പോഴേ പറയാനുള്ളതൊക്കെ ഒന്ന് ചുരുക്കി പറ. എനിക്ക് സമയമില്ല, അതുകൊണ്ടാ. ഷുഗർ, എനിക്കിനി പറയാനൊന്നുമില്ല, പ്രവർത്തിക്കാനേ ഉള്ളൂ. ഹലോ പോലീസ് സ്റ്റേഷൻ. എന്താ ആ ഫോൺ അവിടെ വെച്ച്? പഠിക്കരേ, എല്ലാം പറഞ്ഞു തരാം. ഒന്ന് റിലാക്സ് ചെയ്യേ മോനെ. അവന്മാരോടൊന്ന് സ്പീഡപ്പ് ചെയ്യാൻ പറ. കൂടുതൽ സ്മാർട്ടാവാൻ ശ്രമിക്കരുത്. വരാ, നോക്കിക്കോ. എടാ പൊട്ടിയുടെ മോനെ, സെന്റി ഒന്ന് കളഞ്ഞ ഓടാ. എന്താ വേണ്ടത്? പണിക്കർ സാറിനെ ഒന്ന് കാണണം. ഇപ്പൊ അകത്ത് പോകാൻ പറ്റില്ല. അകത്ത് പോകാൻ പറ്റില്ലെന്ന്. ആരെങ്കിലും വരണേ. പറഞ്ഞേക്കാം.
അടുത്താണ് കൊണ്ടുവാ നീ കൊണ്ടുവാ വേണു, ഞാൻ 10 എണ്ണുന്നതിനുള്ളിൽ നീ ഇവിടെ മരിച്ചു വീഴും. റെഡി? 1 2 3 4 5 6 7 8 9 10. എല്ലാവരും അറസ്റ്റിലായി സാർ. ഇപ്പൊ ഈ കാണിച്ച ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. പക്ഷേ ഈ കടപ്പാടിന്റെ പേരിൽ എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യണമെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വരരുത്. അതെനിക്കിഷ്ടല്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി കാണുമല്ലോ. വെറുതെ ഓരോന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായില്ലല്ലോ. ഇനിയും ഒരു പരീക്ഷണത്തിന് എനിക്ക് വയ്യ. എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് മാത്രം കരുതിയാ മതി. വേണു, ഇനി ഇല്ല, ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല.
ലേറ്റായി പോയി ലക്ഷ്മി. ഇപ്പോ ട്രെയിൻ പോയി കഴിഞ്ഞിട്ടുണ്ടാവും. പണിക്കാരുടെ ഇഷ്ടം അതാണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അടുത്ത മാസം വിവാഹത്തിന് പറ്റിയ ധാരാളം മുഹൂർത്തങ്ങളുണ്ട്.